സർ, ചിത്ര ചേച്ചിക്ക് ആദ്യം ഫിലിമിലേക്ക് ചാൻസ് കൊടുത്ത ആ ഒരു ഇതെന്ന് സാറിന് പറയാനുണ്ട്. അത് എന്നെ കിട്ടി ഞാൻ പറയുന്നത് തെറ്റാണ്. എന്താ അറിയോ, ചിത്ര ആദ്യം പാടുന്ന പടം അതല്ല. കുമ്മാട്ടി രജനി പറയല്ല നീ പാടിയത്. പ്രണയവസന്തം അല്ല, അതിനുമ്പ് അട്ടഹാസം. അട്ടഹാസം അത് പറഞ്ഞു ഞാൻ. അത് ഇറങ്ങിയില്ലേ, പിന്നെ അല്ലേ ഇറങ്ങിയുള്ളൂ. ആദ്യം പുറത്ത് വന്ന ഫിലിം ഞാൻ ഏകനാണ്. വിശ്വാസ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സൗഹൃദം ഇപ്പൊ നിങ്ങളെ ഞാൻ കാണുന്നത് അതാണ്. കാരണം ഈ സംഗീതക്കാരാണ് ഭയങ്കര കുശുമ്പര്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പാടി അതിൽ കുറച്ച് പേരൊക്കെ മാറി നിൽക്കുമായിരിക്കും. അപ്പൊ ഈ സൗഹൃദം കളയരുത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ആയിരുന്നു പറഞ്ഞില്ലെങ്കിൽ, ചിത്ര അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ, ചിത്രയാകുന്ന ആളുകൾ, നമുക്കൊരു ചിത്രകാരി പറയാനുള്ളത്. അതുകൊണ്ടാണ് ഈ ചിത്ര എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ നിലയിൽ വന്നു നമ്മൾ ആലോചിക്കണം. ഡെഡിക്കേഷൻ. ഒന്ന് കേട്ടാൽ പഠിക്കുന്ന എന്താറുണ്ട്, ഈ സൂക്ഷ്മമായിട്ട് പഠിക്കും. അത് പഠിക്കുന്നത്. പിന്നെ പഠിപ്പിക്കാൻ ഓമനെ പോലെ എന്ന് വെച്ചാൽ ശുദ്ധതയിലേ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു എന്ത് നല്ലത് കിട്ടിയാലും അവിടെ നിന്ന് അത് മറക്കത്തില്ല. പിന്നെ ഗുരുത്വം നമ്മൾ പിള്ളേർക്ക് ഇപ്പം ഇല്ലാത്ത വരുന്ന ദ്രോഹി നിപവൻ്റെ കാലേ കൊടുത്തു നിങ്ങൾ ഞാൻ അല്ലായിരുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ എൻ്റെ ഓമനടെ ഗുരുനാഥൻ്റെ ചിത്രം കൊണ്ടുപോയിട്ടുണ്ട്. ആ, ചെമ്മക്കുടി സാറിന്റെ വീട്ടിലൊരു ഞാൻ ചെമ്മക്കുടി സാറിനെ കാണാൻ പോയപ്പോൾ ചിത്രം അറിഞ്ഞു, ഞാനും കൂടെ വരുന്നു. അപ്പൊ കുറെ പേര് ദക്ഷിണ കൊടുത്തു. അന്ന് സാറ് പറഞ്ഞു ഇന്നേക്ക് നല്ല വരവ്. ചന്ന് വയ്യാണ്ടിരിക്കുകയായിരുന്നു, തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ വലിയ സന്തോഷമായി ചിത്രയൊന്ന് തൊഴുതപ്പോഴേ ചെമ്മക്കുടി സാറിൻ്റെ അടുത്ത്. പിന്നെ നമുക്ക് കിട്ടിയിരുന്ന ഈ സംഗീതം ഈശ്വരൻ തരുന്നതാണ്, നമ്മുടെ സ്വന്തമൊന്നല്ല. ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അറിയാം അതിൻ്റെ പെപ്പറാണ്. അപ്പോൾ അതിന് ഈശ്വരാധീനം വേണം. ഈശ്വരാധീനം വേണമെങ്കിൽ ഗുരുത്വം വേണം, ഗുരുത്വം വേണമെങ്കിൽ വിനയം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണ് സംഗീതം. ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, പിന്നെ അതൊന്ന് സ്റ്റഡി ആക്കുന്നത്. സംഗീതത്തിലാണ് നിങ്ങൾ അടുത്ത ഭാവിയെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് നല്ല ചാൻസസ് ഇപ്പോൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് പാട്ടുകാരൻ പാട്ടുകാരി എന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു. അതിനകത്ത് ഒരുപാട് കഥകളുണ്ട്. ഒരു ഗാനമേളയ്ക്ക്, ഒരു കാപ്പിക്ക് വേണ്ടി ഒരു ഗാനമേളയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ മാത്രമല്ല, വലിയ ആളുകളുണ്ട്, പേരൊന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേൾഡ് മുഴുവൻ നടക്കാം, പൈസ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളെ കൊണ്ട് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? നിങ്ങളുടെ കയ്യിലുള്ളതിനെ രത്നം പോലെ ആക്കുക. തെലുഗു സംസാരിക്കുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ശരിക്കും. പ്രസാദ് സ്റ്റുഡിയോയിൽ ഒരിക്കൽ പോയപ്പോൾ അപ്പോൾ അവിടെ ചിത്രമ്മ വന്നു. എന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറും ലിറിസിസ്റ്റും എല്ലാവരും ഇരിക്കുമ്പോൾ പെട്ടെന്ന് വരി എഴുതിക്കൊണ്ടിരിക്കും, മലയാളത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു വേറൊരു ഭാഷയിലെ പറഞ്ഞോട്ട് പോകുന്നു. അപ്പൊ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും? എങ്ങനെയാണ് തെലുങ്ക് പഠിച്ചത്? തെലുങ്ക് ഞാൻ തെലുങ്കാണ് വന്നിട്ട് കൂടുതൽ പാടിയിരിക്കുന്നത്. അപ്പോൾ അവര് സിറ്റുവേഷൻ പറയുമ്പോൾ തെലുങ്കിലേ പറയുള്ളൂ. അപ്പൊ പിന്നെ മനസ്സിലാക്കാതിരിക്കാൻ നിവർത്തിയില്ല. എന്തിനെ കുറിച്ച്? ഓണത്തിനെ കുറിച്ച്. ഓണം ദിവസമാണല്ലോ, ఓణం ఒక మంచి సెలబ్రేషన్. అందరూ చాలా హ్యాపీగా. ഞാൻ ആദ്യം പറഞ്ഞ എന്താ റിപ്പീറ്റ്? ഓണം മഞ്ചരി ഓണം മഞ്ചി എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്. ഓണം ഒരു നല്ല സെലിബ്രേഷനാണ്. എല്ലാവരും అందరూ హ్యాపీగా എല്ലാവരും സന്തോഷമായി എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഇല്ലെങ്കിൽ സാറിന്റെ ഒരു പഴയ ലൈവ് മ്യൂസിക് ചിത്ര പാടിയിട്ടുണ്ട് എന്തെങ്കിലും. വരുവാനില്ലാരും നീ വിജനമാമിൻ വഴിക്കറിയാം
ഞാനിന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, വെറുതെ മോഹിക്കുമല്ലോ. ചിത്ര പാടിയില്ലേ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതില്? പെർഫെക്ഷൻ വേറെ, അതിന്റെ എക്സ്പ്രഷൻ എല്ലാരും കൂടെ ചേർന്നൊരു ഓണപ്പാട്ട് ഉണ്ടാകും. ഏത് ഓണപ്പാട്ട്? മാവേലി അല്ലേ? മാവേലി നാടുവാണിടും കാലല്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ആധിയും വ്യാധിയുമൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ആധിയും വ്യാധിയുമൊന്നുമില്ല